ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. കറിയൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് മാവിൻ്റെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാനിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് വേണമെങ്കിൽ 1 കപ്പിൻ്റെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 മുട്ട, 2 കപ്പിന് 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 വലിയ മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ 4 മുട്ടയൊക്കെ എടുക്കാം. അതുപോലെ 1 കപ്പിൽ ചെയ്യുമ്പോൾ ചെറിയ 2 മുട്ട നോക്കിയിട്ടൊക്കെ അങ്ങനെ എടുത്താലും മതി. പിന്നെ അതുപോലെ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ ഒരു 1/4 കപ്പോ പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ, ഒരു പാൻ കേക്കിൻ്റെ ആ ഒരു പരുവത്തിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ ഒരു പാൻ കേക്ക് അല്ലെങ്കിൽ ദോശമാവിലൊക്കെ നമ്മൾ ഇതുപോലെ ഗോതമ്പ് മാവിലൊക്കെ ദോശ ഉണ്ടാക്കി എടുക്കില്ല, ആ ഒരു രീതിയിൽ കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിലോട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, തരിതരിപ്പായി പൊടിച്ചെടുത്ത കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് സവാള അരിഞ്ഞത്, ഒരു 1/2 കപ്പോളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, ഒരു 1-2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, അതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും ചേർത്ത് കൊടുക്കാതെ സവാള മാത്രമായിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് പാകത്തിന് തന്നെ. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീഡിയം സൈസിലുള്ള പാനിൽ 2 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ചൂടായ പാനിലോട്ട് കുറച്ച് നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാൻ എണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് ഇതിൻ്റെ പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു പാന് മാത്രം മതിയെങ്കിൽ എല്ലാം പകുതി എടുത്താൽ മതി. അപ്പോൾ പാന് നല്ല ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഒരു മുകൾ ഭാഗം കുറച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അടിഭാഗം കരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി. അപ്പോൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. വേറൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നു, കുറച്ചും കൂടെ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1-2 മിനിറ്റ് അപ്പോൾ തന്നെ അത് മെൽട്ടായി വരും. ഓൾറെഡി ചൂടായിട്ടുള്ള ഇതിൻ്റെ മുകളിലോട്ടല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ തന്നെ പെട്ടെന്ന് മെൽട്ടായിട്ട് കിട്ടും. ഒരു 2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
വേണമെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ കുറച്ചൊന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ടൊമാറ്റോ സോസ് കുറച്ചൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. അതുപോലെ മയനൈസ് ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ മയനൈസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിന് കറിയൊന്നും വേണ്ട കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്